ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില വ്യാജ ത്വരീഖത്തിന്റെ ആളുകൾ ഇസ്ലാമിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിത വേഷധാരികളായ ആളുകൾ അവർ കൈകൊട്ടുന്ന ഒരു പാട്ട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ഹാർമോണിയം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കൈകൊട്ടി പാടുന്നതും ഇങ്ങനെ കൈകൊട്ടുന്നത് ഹലാലാകുമോ? ഇസ്ലാമിക വീക്ഷണപ്രകാരം അത് തെറ്റാണോ ഹലാലാണോ? അതുപോലെ തന്നെ ഹാർമോണിയം, തബല പോലെയുള്ള മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതെല്ലാം അനുവദനീയമാണോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. സഹോദരന്മാരെ, വ്യാജ തുരീക്കത്തിന്റെ ആളുകൾ, ആ ആളുകൾ സാധാരണക്കാരായ ആളുകളെ അവരുടെ ഈമാൻ കബളിപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രതിഭാസം പണ്ട് മുതൽക്ക് തന്നെ കാണുന്നതാണ്. ഇങ്ങനെ കൈകൊട്ട എന്നുള്ളത് അതിന്റെ ഇസ്ലാമിക മാനദണ്ഡം എന്താണ്, പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയ പ്രശസ്തമായ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജ് ഇബ്നു ഹജർ തങ്ങൾ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ആ തുഹ്ഫയ്ക്ക് വ്യാഖ്യാനമേതിയ അബ്ദുൽ അബീദ് ഷർവാനി അവിടുത്തെ ഹാഷിയിൽ പറയുന്നത്, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഈ കൈകൊട്ടുക എന്നുള്ളത്, കളിക്കുക എന്നുള്ളത് അത് കറാഹത്താണ് എന്നാണ്. എന്നാൽ റംലി ഇമാം പറയുന്നത് അത് ഹറാമാണ് എന്നാണ്. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ മറ്റുള്ള ഗ്രന്ഥങ്ങളായ ബുജൈരിൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലും ഹാഷിയത്തുൽ ജമൽ പോലെയുള്ള അങ്ങനെയുള്ള ഷാഫി മദ്ഹബിലെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിലെ വലിയ രണ്ട് പണ്ഡിതന്മാരായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം റംലി റളിയല്ലാഹു അൻഹു, അവരുടെ വീക്ഷണ പ്രകാരം അവർ പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിസ്കാരത്തിന്റെ പുറത്ത് നിസ്കരിക്കുന്ന സമയത്തിലല്ല, നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾ മാത്രം ജമാഅത്തെ നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഉണർത്താൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകൾക്ക് കൈകൊട്ടൽ അനുവദനീയമാകുന്നുണ്ട് ചില സന്ദർഭത്തിൽ. അതല്ലാതെ നിസ്കാരത്തിന്റെ പുറത്ത്, നിസ്കാരത്തിന്റെ സമയം അല്ലാത്തിടത്ത് കൈകൊട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയെ സംബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് കറാഹത്താണ് എന്നാണ്. എന്നാൽ റംലി ഇമാം പറയുന്നത് അത് എന്തായാലും ഹറാമാണ് എന്നാണ് റംലി ഇമാം പറയുന്നത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കറാഹത്താണ്. എന്നാൽ റംലി ഇമാം അടക്കമുള്ള മറ്റുള്ള പണ്ഡിതന്മാരും റംലി ഇമാമും പറയുന്നത് അത് ഹറാമാണ് എന്നുള്ളതാണ്. ഈ കൈകൊട്ട് പാടുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ള വീക്ഷണമാണ് അധിക പണ്ഡിതന്മാരും പറയുന്നത്. കറാഹത്താണ് എന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഏതായാലും ഹറാമാണ്, കറാഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മുബാഹല്ല, അത് അനുവദിക്കപ്പെട്ട കാര്യമല്ല, ഹലാലായ കാര്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി. അത് അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. പിന്നെ തെറ്റാണ്, ആ തെറ്റായ കാര്യം ഹറാമാണോ കറാഹത്താണോ എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല. കൈകൊട്ടി പാട്ടുക, ഒപ്പന പോലെയുള്ള കളികൾ സ്ത്രീകളെ ഏർപ്പാടാണ് എന്ന പോലെ ഈ ഒരു കളികളും ഈ കൈകൊട്ടിക്കൊണ്ടുള്ള പാട്ട് എന്നുള്ളത് തെറ്റായ സംഗതിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇബ്നു ഹജർ തങ്ങളും പറയുന്നുണ്ട്, റംലി ഇമാം പറഞ്ഞത് വാക്കും അങ്ങനെ തന്നെയാണ്, മുബാഹാണ്, ഹലാലാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിലെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ഹിജ്റ 1194 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം ഖുർദി, സുലൈമാൻ ഖുർദി, വലിയ പണ്ഡിതരാണ്. അവരുടെ ഫത്താവ, ആ ഫത്താവയിൽ നോക്കിയാൽ കാണാൻ കഴിയും ഇത് സംബന്ധമായി മഹാനവറുകൾ വളരെ വിശദമായി പറയുന്നത്. കൈമുട്ട്, അതുപോലെ തന്നെ ഇസ്ലാം നിരോധിച്ച രൂപത്തിലുള്ള ഡാൻസ് പോലുള്ള പരിപാടികൾ, ദഫ് മുട്ടൽ, ഇതെല്ലാം മഹാനവറുകൾ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. മഹാനവറുകൾ പറയുകയാണ് കൈമുട്ടലൊക്കെ ഇബ്നു ഹജർ ഇലാ കറാഹത്തിഹി ഫി ശറഹുൽ ഇർശാദ്. ശറഹുൽ ഇർശാദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ പോക്ക് കൈകൊട്ടൽ കറാഹത്താണ് എന്നാണ്. അത് കളിയുടെ രൂപത്തിലാണെങ്കിലും ശരി. വദമ്മഹു ഇബ്നു അബ്ദുസ്സലാം, എന്നാൽ ആ കൈകൊട്ടുക എന്നുള്ളത് അത് തീരെ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഖവാഇദുൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴി നമ്മൾ വായിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഹാർമോണിയം പോലുള്ള കാര്യം ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇസ്ലാം അത് വളരെ വ്യക്തമായി വിമർശിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, കൈ കൊട്ടുക എന്നുള്ളത് കറാഹത്താണ്, ഹറാമാണ് എന്നുള്ളത് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംഗതിയാണ്, അത് മുബാഹാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അത് നിരുത്സാഹപ്പെടുത്തേണ്ട സംഗതിയാണ്, അത് തെറ്റായ കാര്യമാണ്. ഈ തെറ്റ് ഹറാമാണോ കറാഹത്താണോ എന്ന വിഷയത്തിലാണ് തർക്കമുള്ളത്. ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു കറാഹത്ത് എന്ന് പറയുമ്പോൾ റംലി ഇമാമ മറ്റുള്ള പണ്ഡിതന്മാരും പറയുന്നത് അത് ഹറാമാണ് എന്നതിലേക്കാണ് പോകുന്നത്. ഹാർമോണിയം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, തെറ്റാണ് എന്ന് കല്ലൂബിയിലും ബുജീറിന് കാണാൻ കഴിയും. ചില സൂഫിയാക്കന്മാർ അവർ ദിക്റിന് ഉന്മേഷം കിട്ടാൻ വേണ്ടി, ആവേശം കിട്ടാൻ വേണ്ടി ചില ഉപകരണങ്ങൾ, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. ഫലായു അബുൽ അലൈഹി, അത് അവലംബിക്കപ്പെടാൻ പാടില്ല, ഇത്തിബാ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ ഹാർമോണിയം, ഇങ്ങനെയുള്ള തബലയും എല്ലാം കൂടി കൂടുമ്പോ ഒരു തുറവുണ്ടാവുന്നുണ്ട്. ആ തുറവുണ്ടായത് കൊണ്ട് തെറ്റായ സംഗതിയാണ്. ഫിഖിന്റെ കിതാബിൽ വളരെ പച്ചക്കുള്ള വ്യക്തമായ സംഗതിയാണ്. അത് ഫിഖിന്റെ കിതാബുകളെയും ഇമാമിയങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ചില കള്ള സൂഫിയാക്കന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മളെ ഈമാൻ തെറ്റിദ്ധരിപ്പിക്കുവാനും നമ്മുടെ അമലുകൾ നശിപ്പിക്കുവാനും വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകളെ കരുതിയിരിക്കണമെന്ന് ഞാൻ സാന്ദ്രതയുമായി സൂചിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.